ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് മൈദക്ക് 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മൈദയുടെ അളവ് കൂട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് റവയുടെ അളവും കൂട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. ചെറിയൊരു കോഴിമുട്ടയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ടയുടെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് വെച്ചിട്ട് മാവിന് മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. മഞ്ഞളും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാവൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവരുത് കേട്ടോ. മാവ് ആ ഒരു രൂപത്തിൽ വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാവ് കലക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ കലക്കിയെടുക്കുക. ഇനി ഇതുപോലെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കലക്കിയ പാടെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കരുത്. അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാവൊന്ന് മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കീറിയെടുക്കുക. എന്നിട്ട് മാവിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കിയെടുക്കുക. ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല തീയിൽ വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. തീ കുറച്ച് വെക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എണ്ണ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പഴുത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലും എണ്ണ കുടിക്കാണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ പഴവും നമുക്കിതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കുന്നതാണ് എല്ലാവരും പറയുക. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.